ഷബാന സൈക്കോളജിസ്റ്റ് ആണല്ലോ. ഷബാനയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? കാര്യം ഈ പേരൻസിൻ്റെ ഇഷ്യൂ കാരണം എന്തെങ്കിലും മെൻ്റൽ ട്രോമ വന്നിട്ട് സൈക്കാട്രിക് അങ്ങനെ ഇഷ്യൂസൊക്കെ, അങ്ങനെ സിവിയർ ഇഷ്യൂസ് വന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷബാനയ്ക്ക് അറിയാമോ? അല്ല, ഇത് കുട്ടികളായിട്ട് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂലായിരിക്കുമല്ലോ അവരെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ സ്കൂൾ ലെവലിലാണെങ്കിലും കുട്ടികൾ ക്ലാസ്സിൽ ഇപ്പോൾ മിസ്ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് മാറിയിരിക്കുന്നു, ഇങ്ങനെ സോഷ്യലി ആരോടും ഇൻട്രാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികളിൽ പലപ്പോഴും അത് സിംഗിൾ പാരൻസിൻ്റെ, അല്ലെങ്കിൽ പാരൻസ് എബ്രോഡായിട്ട് നാട്ടിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ നിർത്തുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫാമിലീസ് എന്നുള്ള കുട്ടികളായിരിക്കും കൂടുതൽ ഇങ്ങനെ ഇഷ്യൂസിലുള്ളവർ. അപ്പോൾ നേരത്തെ സാർ പറഞ്ഞ പോലെ ഈ ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ അവർ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പലപ്പോഴും നമ്മളൊരു പാരൻറ്റിങ്ങിൻ്റെ ബേസിൽ പറയുമ്പോൾ അതോറിറ്റി ഉള്ള ഒരാൾ എപ്പോഴും കുട്ടികൾക്ക് വേണം. ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ അവരോട് ആ ഒരു നോ പറയാനുള്ള ഒരു അതോറിറ്റി ഉള്ള ഒരു സ്പേസ് എപ്പോഴും കുട്ടികൾക്ക് വേണം. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഡിവോഴ്സ് കേസുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ കസ്റ്റഡി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിള്ളേർ നമ്മളോട് പിണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവരൊക്കൊന്ന് റിലാക്സ് ചെയ്ത് ലിബറലാക്കി പല കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കരുതാത്ത കാര്യങ്ങൾ കൊടുക്കും. ഒരുപാട് കേസുകളിൽ വന്നേക്കുന്നത് ഈ മൊബൈൽ ഫോൺ. അപ്പോൾ പേരൻസ് സെപ്പറേറ്റഡ് ആണ്, അച്ഛന് വിളിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് മൊബൈൽ കൊടുക്കുക. ഈ മൊബൈലിൽ യാതൊരു കൺട്രോളും അമ്മയ്ക്കില്ല. അപ്പോൾ കുട്ടികൾ അത് പൂർണ്ണമായിട്ടും തന്നെ അവരുടെ കൺട്രോളിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. അപ്പോൾ ഒരു ചെറിയ കുട്ടികൾ, ഇപ്പോൾ 8-9 വയസ്സുള്ള ഒരു കുട്ടിക്ക് നല്ല ടോപ്പ് മോഡലുള്ള ഒരു മൊബൈൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങനൊക്കെ രീതിയിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കുട്ടികൾ അതിനെ ഉപയോഗപ്പെടുത്തും. അമ്മയ്ക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ അച്ഛൻ വിളിക്കുന്നതായതുകൊണ്ട് ചെയ്യാനും പറ്റാത്ത അങ്ങനെ ഒരുപാട് കേസുകൾ ആ ഒരു രീതിയിൽ വരാറുണ്ട്. അപ്പോൾ കുട്ടികൾ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഒരറ്റത്ത്, റീൽസ് അഡിക്ഷൻ, ഗെയിമിങ് അഡിക്ഷൻ ഒരറ്റത്ത്, പിന്നെ ഈ പറയുന്ന പോലെ വേറെ ഏതെങ്കിലുമൊക്കെ ചാറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ വരികയോ, അങ്ങനെ ഏത് രീതിയിൽ ഈ കുട്ടികളെ ആർക്കും എങ്ങനെയും പ്രലോഭിപ്പിക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് മാറും. പിന്നെ പലപ്പോഴും ഈ രണ്ടുപേരും രണ്ടിടത്തായി കഴിയുമ്പോൾ അച്ഛൻ കൂടുതൽ കുട്ടിയോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കുക, പോക്കറ്റ് മണി കൂടുതൽ കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ കിട്ടുന്ന ഒരുപാട് കേസുകൾ വരാറുണ്ട്. അപ്പോൾ അവിടെയും പലപ്പോഴും ഇവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹമില്ലാത്തതിൻ്റെ വിഷമമായിരിക്കും ഏറ്റവും ബേസായിട്ട് കുട്ടികളുടെ കയ്യിലുണ്ടാവുക. എന്നോടൊന്ന് നന്നായിട്ട് ആരെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് കുറച്ചു നേരം എനിക്കൊന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു ഡിവോഴ്സായി ഒക്കെ രണ്ട് വഴിക്ക് പോയാലും ആരുടെയെങ്കിലും ഒക്കെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുട്ടിയോട് വേണം. അച്ഛൻ അല്ലെങ്കിൽ അമ്മയോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പോലും ഇല്ലാതെ വരുന്ന ഒരുപാട് കേസുകളുണ്ട്. കുട്ടിയോട് സംസാരിക്കുമ്പോൾ നിൻ്റെ ആ സ്വഭാവം അച്ഛൻ്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ സ്വഭാവമാണ്. അപ്പോൾ ഇവിടെ എല്ലാം കുട്ടികൾ ആക്ച്വലി എനിക്ക് ആരുടെ സ്വഭാവമാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മോശമാണോ നല്ലതാണോ എന്ന രീതിയിൽ പോലും അവരുടെ ആ ഒരു ഇമോഷണൽ ഗ്രോത്തിനെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. ഷബാനയുടെ എക്സ്പീരിയൻസിൽ ഒരു കുട്ടിക്കൊരു പ്രോബ്ലം ഉണ്ട്, എപ്പോഴാണ് ഒരു കൗൺസിലിങ്ങിൽ കൊണ്ടുവരേണ്ടതെന്ന് എങ്ങനെയായിരിക്കണം? നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും എപ്പോഴാണ് ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് എത്തിക്കണം? ആ ഒരു സിറ്റുവേഷൻ അവരെങ്ങനെ മനസ്സിലാക്കുക? ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് അവരുടെ ഓരോ ചേഞ്ചസ് നമ്മൾ നോക്കിയിരിക്കും. അപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു 8-9 വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ കുട്ടികൾ അങ്ങ് വളരെയാണ്. നമ്മൾ അത്രത്തോളം അവരോടുള്ള ഒരു ശ്രദ്ധ അങ്ങനെ കൊടുക്കണമെന്നില്ല. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഓരോ ലൈഫ് ചേഞ്ചസും ഓരോ ഡെവലപ്മെൻ്റൽ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ഏജിലും. ഇപ്പോൾ ഒരു 8-9-10 വയസ്സൊക്കെ ആകുമ്പോൾ അഡോളസൻസിന് മുമ്പുള്ള ഒരു സ്റ്റേജിൽ ഒരുപാട് രീതിയിലുള്ള ഇമോഷണൽ ചേഞ്ചസും ബിഹേവിയറൽ ചേഞ്ചസും ഒക്കെ ഇവർ കാണിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ അവർ യൂഷ്വലി കാണിക്കുന്നതിലും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുന്നു. ഇപ്പോൾ കൂടുതൽ ദേഷ്യം കാണിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ സങ്കടപ്പെടുന്നു, അല്ലെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട്ടിലാരെങ്കിലും വന്നാൽ പോലും അവർ പുറത്തേക്ക് വരാത്ത രീതിയിൽ അവർ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ കൂടെയുള്ള പീർ ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും വഴക്കാളിയായിട്ട് നിൽക്കുന്നു, എപ്പോഴും അവരോട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബിഹേവിയർ അവരുടെ ചേഞ്ച് ചെയ്ത് വരുന്നത് കാണുമ്പോൾ തന്നെ ഈ ഒരു സമയത്ത് കുട്ടികൾ അത്ര നോർമലായിട്ടല്ല മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ പറയുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു പാരൻറ്റിങ് അവർക്ക് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ അവരെ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ അവരുടെ കൂടെ വേണ്ടേ? ഇപ്പോൾ ഗ്രാൻഡ് പേരൻ്റ് ആയാലും പേരൻ്റ് ആയാലും അവരുടെ മാറ്റം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു മാറ്റം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ക്ലാസ് റൂംസിൽ ടീച്ചേഴ്സിന് ചിലപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒരാളത്ര പ്രോപ്പറായിട്ടല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കൂട്ടുകാരുടെ കൂടെ ആണെങ്കിലും ദേഷ്യപ്പെടുന്നു. ചില കുട്ടികൾ ഇപ്പോൾ പെട്ടെന്ന് കൈ ഒഴിച്ച് അടിക്കുന്ന, അതായത് ഫിസിക്കലി ഹാം ചെയ്യുന്ന കേസുകൾ ഒത്തിരി കൂടുതലാണ്. അത് അത്രത്തോളം ഫ്രസ്ട്രേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം സ്കൂൾ ബസ്സിലൊക്കെ ഒരുപാട് കേസുകൾ വരാറുണ്ട്. അതുപോലെ ക്ലാസ് റൂമിൽ തന്നെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളുക, അങ്ങനെയുള്ള ആ ഒരു അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോലും അവർ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന തുടങ്ങി.
അപ്പോൾ അത് പ്രോപ്പർ അല്ല, അത് നല്ലതല്ല, അത് നോർമൽ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആ ഒരു ഗൈഡൻസ് ആ ടൈമിൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമോ അല്ലെങ്കിൽ കുറേ ഇഷ്യൂസിനുള്ളൊരു കാര്യമായിട്ടല്ല കൗൺസിലിംഗ് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത്. അത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു എന്താണോ അവർക്ക് ഇഷ്യൂസ് അതിനെ അവർക്ക് തന്നെ നോട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. ഇപ്പോഴിപ്പോൾ ഒരു കൗൺസിലർ നിൽക്കുന്നത് ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്നത് പോലെയാണ്. കുട്ടിക്ക് ഇഷ്യൂ ഉണ്ട്, ഏത് ഏരിയയിലാണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കുക, അത് ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണെങ്കിൽ അങ്ങോട്ട്, ക്ലിനിക്കലി ആണെങ്കിൽ അങ്ങനെ, സൈക്കാട്രിക് ആണെങ്കിൽ അങ്ങനെ, അങ്ങോട്ട് അവരെ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് കൗൺസിലിങ്ങിൽ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫാമിലിയുടെ കേസുകളാണെങ്കിലും പലപ്പോഴും കുട്ടികൾ വരുമ്പോൾ അവർ സംസാരിച്ച് കഴിയുമ്പോൾ ഇഷ്യൂ പലപ്പോഴും പേരൻസിലായിരിക്കും. അമ്മ എപ്പോഴും ദേഷ്യപ്പെടുന്നതാണെങ്കിൽ കുട്ടി ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ദേഷ്യപ്പെടും. അമ്മ എപ്പോഴും പെട്ടെന്ന് റിയാക്ട് ചെയ്ത് അടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഫിസിക്കലി ഹാം ചെയ്യുന്നതാണെങ്കിൽ കുട്ടി ബാക്കിയുള്ളവരോട് അതേ ബിഹേവിയർ പാറ്റേൺ തന്നെ കാണിക്കും. അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നത് വീട്ടിലാരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികൾ അതാണ്, അവരെപ്പോഴും ഒബ്സർവേഷനിൽ പഠിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ആ ഒരു ഒബ്സർവേഷനാണ് കുട്ടി കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. ഓൾ ഫാമിലിയെ, കുട്ടിയോട് ആരൊക്കെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരൊക്കെ ആയിട്ട് സംസാരിച്ച് മാനേജ് ചെയ്യാനാണ് ഏറ്റവും ഈസി. അല്ലാതെ കുട്ടികളെ മാത്രം സംസാരിച്ചിട്ട് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ്ലി അവരെ മാറ്റിയെടുക്കാൻ പറ്റില്ല. എവിടെയാണ് അതിൻ്റെ റൂട്ട് കോസ് എപ്പോഴും പാരൻസിൽ തന്നെയായിരിക്കും. നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ ആയിരിക്കില്ല, പല വീടിൻ്റെ ഉള്ളിലും നല്ല ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ പെരുമാറ്റത്തിൽ കൂടിയാണ് അതിനകത്ത് നടക്കുന്ന ആ ഒരു പുകയുന്ന അഗ്നിപർവ്വതങ്ങളൊക്കെ നമ്മൾ പുറത്ത് കാണാൻ, അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻസ് ഉണ്ടാവുന്നത് കുട്ടികളിലൂടെയാണ്. അപ്പം ഈ കൗൺസിലിങ്ങിന് വരുന്ന കേസിൽ എപ്പോഴും എൻ്റെ ചെന്ന് എത്തുന്നത് പേരൻസിലായിരിക്കും അല്ലേ? ഈ പേരൻസിനെ കൗൺസിൽ ചെയ്യുമ്പം ഷബാനയുടെ എക്സ്പീരിയൻസിൽ പേരൻസിനെ കൗൺസിൽ ചെയ്ത് അവർക്കൊരു ട്രാക്ക് കൊടുത്തു കഴിയുമ്പം ആ ഒരു ചേഞ്ച് കാണാറുണ്ടോ? കുട്ടികളിൽ നന്നായിട്ട് ഇമ്പാക്ട് ചെയ്യും. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അവിടെ റിസൾട്ട് വരിക എന്ന് പറയുന്നത് പോലെയാണ്. പലപ്പോഴും അമ്മമാരെ, കൂടുതൽ പാരൻസിൽ അമ്മമാരായിരിക്കും കുട്ടികളുമായിട്ട് വരുന്നത്, കുട്ടികളുടെ ഇഷ്യൂ ആയിരിക്കും ഇവർ പറയുന്നത്. പക്ഷെ കുഞ്ഞായിട്ട് നമ്മൾ സംസാരിച്ച് അതിൻ്റെ ഫുൾ റൂട്ട് കോസുകൾ എടുത്ത് കഴിയുമ്പോൾ എപ്പോഴും അമ്മയുടെ കയ്യിലുണ്ടായിരിക്കുന്ന അവർക്ക് കിട്ടാതെ പോയ എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻസ് കുട്ടികളിലൂടെ തീർക്കുന്നുണ്ടാവും. അപ്പോൾ പലപ്പോഴും അത് പഠനത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടുള്ള ബിഹേവിയർ ആണെങ്കിലും, ഇപ്പോൾ ഒരു വ്യക്തി അവൻ്റെ ഫാമിലിയിൽ ഹാപ്പി അല്ലെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും അവർ അതിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി റിഫ്ലക്റ്റ് ചെയ്യില്ലേ. ഇപ്പോൾ ഒരു ലേഡി അവളുടെ ആ ഒരു ഫാമിലി ലൈഫിൽ ഹസ്ബൻഡുമായിട്ടുള്ള ജീവിതത്തിൽ ഇൻലോസുമായിട്ട് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അത്രയും ട്രൊമാറ്റിക് ആയിട്ട് ഭയങ്കര ഇൻസിഡൻസിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അവരുടെ ആ ഒരു ഭാരം എല്ലാം തീർക്കുന്നത് കുട്ടികളിലായിരിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കുട്ടികൾ അത് ബാക്കിയുള്ളവർക്ക് അത് എക്സ്പ്രസ് ചെയ്യും. ഒന്നുകിൽ ഈ ബാക്കിയുള്ളവരോടുള്ള ദേഷ്യം കുട്ടികളെ തീർക്കും, അവരുടെ ആ ഒരു സങ്കടം കുട്ടികളെ തീർക്കും. അപ്പം നമ്മൾ വിചാരിക്കും അടിച്ചില്ലല്ലോ, വഴക്ക് പറഞ്ഞില്ലല്ലോ എന്ന്. പല കുട്ടികളും ചിലപ്പോൾ ഒരു 12, 13 അല്ലെങ്കിൽ 14 വയസ്സിൽ അവർ സംസാരിക്കുന്നത് അവരുടെ ചെറുപ്പത്തിൽ അവരോട് പറഞ്ഞ ഒരു വാക്ക് വെച്ചിട്ടായിരിക്കും. എന്നോട് എൻ്റെ അമ്മയാണ് ഇങ്ങനെ പറഞ്ഞത്, എന്നെ ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞത് എൻ്റെ അമ്മയാണ്. അമ്മ ചിലപ്പോൾ അത് പറഞ്ഞത് അമ്മയുടെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിലോ സങ്കടത്തിലോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഉള്ള ഒരു വൈരാഗ്യത്തിലോ ആയിരിക്കും. പക്ഷെ എന്നെ അങ്ങനെ കൊള്ളൂല എന്ന് അമ്മ പറഞ്ഞ വാക്ക് ചിലപ്പോൾ എപ്പോഴെങ്കിലും അത് ഹീൽ ചെയ്ത് പോകുന്നത് വരെ ഈ കുട്ടിയുടെ മനസ്സിൽ കിടക്കും. എവിടെ ചെന്ന് നിൽക്കുമ്പോൾ അതായിരിക്കും ഓർമ്മ വരുന്നത്. വേറെ ആര് പറയുന്നതിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് പാരൻസ് അല്ലെങ്കിൽ അവനോട് അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന അവനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അപ്പം ഞാൻ എന്നെ രൂപപ്പെടുത്തിയിരിക്കുന്ന പലപ്പോഴും അങ്ങനെ ആരെങ്കിലും തരുന്ന എന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളായിരിക്കുമല്ലോ ഞാനെന്നുള്ളൊരു പേഴ്സൺ എടുത്തു വെക്കുന്നത്. അപ്പോൾ ഇവരിത് കീപ്പ് ചെയ്യും. ഇപ്പം പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, വാക്കുകൾ എറിയുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ കൊടുക്കുന്ന ഒരു വാക്ക് ചിലപ്പോൾ നിസ്സാരമൊന്നായിരിക്കും, പക്ഷെ കിട്ടുന്ന ആൾ ചിലപ്പോൾ അതിൻ്റെ പുറത്തായിരിക്കും ആ ഒരു വിത്ത് പോലെ അത് കടന്ന് വളർന്ന് വലുതായി ആ മരത്തിൻ്റെ ചുവട്ടിലായിരിക്കും ചിലപ്പോൾ അയാൾ ജീവിക്കുന്നത്. അപ്പോൾ അത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതിപ്പോൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് നമുക്കൊരു ഇഷ്യൂ ഉണ്ട്, അതൊരിക്കലും നമ്മുടെയോ അല്ലെങ്കിൽ കുട്ടിയുടെയോ ആ ഒരു ബുദ്ധിമുട്ടല്ല, നമ്മൾ പാർട്ട്ണറായിട്ടുള്ള ഇഷ്യൂ ആണ്. അതിനിടയിലേക്ക് ഈ കുഞ്ഞുങ്ങളെ വലിച്ചുകൊണ്ട് വന്ന് അവർക്കൂടി ഇമോഷണലി ട്രോമ ഉണ്ടാക്കി കൊടുക്കാതെ പാർട്ട്ണറുമായിട്ട് അത് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് തീർക്കുക. അല്ലാതെ ഈ നേരത്തെ സാറ് പറഞ്ഞ പോലെ കുട്ടികളോട് അച്ഛൻ മോശമാണ് അല്ലെ അമ്മ മോശമാണെന്ന് കേൾക്കുമ്പോൾ ആരെ പിന്നെ ട്രസ്റ്റ് ചെയ്യണം, ആരുടെ കൂടെ നിൽക്കണം? അമ്മ പറഞ്ഞ മോശമായിട്ടുള്ള അച്ഛനും അച്ഛൻ പറഞ്ഞ മോശമായിട്ടുള്ള അമ്മയ്ക്കും കുട്ടികളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഫുൾ കോൺഫ്ലിക്റ്റ് ആണ്, ഫാമിലി കോൺഫ്ലിക്റ്റ് ആണ്. അമ്മ അച്ഛൻ അവർ തമ്മിലുള്ള വഴക്ക്, അതിനിടയ്ക്ക് കുട്ടികൾ വന്നു, അവരുടെ മെൻ്റൽ ട്രോമയുടെ കാര്യമൊക്കെ. ചില കേസിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂടുതലും കാണുന്നതെന്ന് പറഞ്ഞാൽ പേരൻസ് ഭയങ്കര ഒരു സെക്യൂരിറ്റി ഒരു അത്ര എക്സ്പോഷർ കൊടുക്കാതെ
കൂട്ടിയിട്ട് വളർന്ന കുട്ടികൾ കുറേ നമുക്ക് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയ്ക്കും, അവരോട് മിണ്ടല് ഇവരോട് മിണ്ടല്, ഓവർ കെയറിങ്, സ്നേഹം കൂടിപ്പോയ ഒരു ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കും ഞാൻ പറഞ്ഞില്ലേ കോൺഫ്ലിക്റ്റ് വേണം എന്ന് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഈ ഓവർ കെയറിങ്ങും അവർക്കൊരു ഫിയർ ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതും അവരെ വളരെ എഫക്റ്റ് ചെയ്യാറില്ല. അങ്ങനെ കേസുകൾ വന്നിട്ടുണ്ടോ? ഈ നോ കേൾക്കാതെ വളരുമ്പോൾ എവിടെ വന്ന് നോ കേട്ടാലും പിന്നെ അവർക്ക് താങ്ങാൻ പറ്റില്ല. അത് നോ പറയാതെ ഇപ്പോൾ ചിലപ്പോൾ ഒറ്റ കുട്ടികളാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 പേരൻസും വിചാരിക്കും ഇപ്പോൾ നമ്മൾ വളർന്ന സാഹചര്യമല്ല, നമുക്കിത് കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടിക്ക് ഇത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് കൂടുതൽ. എനിക്കിതൊന്നും കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് ചോദിക്കുന്നതിന് മുമ്പേ കുട്ടികൾക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവർ ഒരിടത്തും ഒരു ഇത് തരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് കിട്ടില്ല എന്നുള്ളൊരു കാര്യം കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അവയർനെസ്സും ഇല്ല. അപ്പോൾ ഈ കുട്ടികൾ ഏത് ഭാഗത്ത് ചെന്നാലും, ഇപ്പോൾ കോളേജ് ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്രൈസിസ് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഇമോഷണലി ആ ഒരു ഇൻ്റലിജൻസ് ഇല്ല എന്ന് തന്നെ പറയണം. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു കാര്യം തന്നെ വളരെ ലോ ആണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ. എല്ലാവരും എന്നല്ല, ഒരു പ്രൊപ്പോർഷനെങ്കിലും അങ്ങനെയുണ്ട്. കാരണം ഒരു ടീച്ചർ ഒന്ന് ഉറക്കെ വഴക്ക് പറഞ്ഞാൽ താങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ബുള്ളിങ്ങിനൊക്കെ എതിരാണ് എങ്കിൽ ഇപ്പോൾ ബോഡി ഷെയ്മിങ് ഒക്കെ ആണെങ്കിൽ ഒരു റാൻഡംലി പറഞ്ഞാൽ പോലും അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഒരു സെൻസിറ്റീവ് എന്ന് തന്നെ പറയാം പലരും. അപ്പം അതും വളരെ ഇഷ്യൂ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഈ ഫാമിലിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനോ അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റില്ല. അപ്പം ഈ എല്ലാ രീതിയിലുള്ള ഇമോഷൻസും കുട്ടികൾക്ക് മനസ്സിലാക്കി പോകാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ എല്ലാം കൊടുക്കാതെ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആ നോ പറയേണ്ടടുത്ത് നോ പറയുക. അതിപ്പോൾ 1 വയസ്സുള്ള കുട്ടിയും കഴിക്കാൻ മൊബൈൽ ഫോണിന് വാശി പിടിച്ചു കഴിഞ്ഞാൽ കരയിക്കാതിരിക്കാൻ വേണ്ടി അത് കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അത് കിട്ടത്തില്ല എന്ന് കണ്ടാൽ കുട്ടികളുടെ കരച്ചിൽ നിൽക്കും. അത് നമ്മൾ മനസ്സിലാക്കുന്നതും അതൊരു നർച്ചറിങ് പാരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പം പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പം അതൊരു ഡിവോഴ്സ്ഡ് പേരൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ പേരൻ്റ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രോക്കൺ ഫാമിലിയിലാണെങ്കിൽ പോലും പേരൻറ്റിൽ ഒരാൾ ആ ഒരു റോള് നന്നായി എടുത്താൽ ഈ പറഞ്ഞ ഇമോഷണൽ ഇഷ്യൂസിൽ നിന്നൊക്കെ കുട്ടികളെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഡിവോഴ്സ് കേസസ് വരുമ്പോൾ കുട്ടികളിങ്ങനെ ബ്രോക്കണായി പോകുന്നു, അവർ ഇമോഷണലി ഹേർട്ട് ആവുന്നു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ മറ്റേ ആളെക്കാട്ടിലും നല്ലതാണെന്ന് കാണിക്കാൻ കൂടുതൽ കാര്യങ്ങൾ കൊടുത്ത് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരാളെങ്കിലും സ്ട്രോങ് ആയിട്ട് ഒരു ഈ എല്ലാ പാരൻറ്റിങ് ക്വാളിറ്റീസും ഉള്ള, അതായത് ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു ചെറിയ രീതിയിൽ നമ്മൾ ചിലപ്പോൾ ചിലയിടത്ത് കാണിക്കേണ്ടി വരും, അതോറിറ്റേറ്റീവായിട്ട് നമ്മൾ ചിലയിടത്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരു ഗുഡ് പാരൻ്റ് എന്നുള്ള രീതിയിൽ ഒരാൾ നിന്നാൽ കുറേ കൂടെങ്കിലൊക്കെ നമ്മളെ കുട്ടികളുടെ ആ ഒരു ഇമോഷണൽ ഗ്രോത്തിനെ ഹെൽത്തിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും.